സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. രോഗലക്ഷണങ്ങളുള്ള മുഴുവൻ പേർക്കും കോവിഡ് പരിശോധന നടത്തണം. ചികിത്സാ സംവിധാനങ്ങളുടെ പര്യാപ്തത ആശുപത്രികൾ വിലയിരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN1 LF7 വകഭേദമാണ് കേരളത്തിലും കണ്ടെത്തിയത്. തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ. ഗുരുതര രോഗമുള്ളവർ പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഇറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. രോഗമുള്ളവരെ പരിചരിക്കുമ്പോൾ 2023 ഇറക്കിയ ABC മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ആശുപത്രികളിൽ ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കണം. കോവിഡ് ലക്ഷണങ്ങളോടെ ചികിത്സയ്ക്കെത്തുന്നവരെ ആന്റിജൻ RT-PCR പരിശോധനകൾക്ക് വിധേയമാക്കണം. രോഗികളുടെ എണ്ണം 1500 അടുത്ത സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പുതിയ സർക്കുലർ ഇറക്കിയത്. കേരളത്തിൽ കേസുകൾ കൂടുന്നതിനൊപ്പം മരണവും സംഭവിക്കുന്നുണ്ട്. ന്യൂമോണിയ അടക്കമുള്ള അസുഖങ്ങളുള്ളവർക്ക് വൈറസ് ബാധയേറ്റാൽ ഗുരുതരമാകാനുള്ള സാഹചര്യമുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. 1416 ആക്റ്റീവ് കേസുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. ജനുവരി മുതൽ ഇതുവരെ 9 മരണങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും കോവിഡിനെ കരുതിയിരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.